Assalamualaikum. Bismillah, alhamdulillah, wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ആദരണീയരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ചോദിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിലാണല്ലോ നാം എന്നുള്ളത്. മുത്തുനബിയുടെ മദീന എന്ന വേദിയിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ രണ്ടു വാക്ക് പറയാൻ തൗഫീഖ് നൽകിയ റബ്ബിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരുണ്യത്തിന്റെ മഹത്തായ ദാനങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വാങ്ങിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹീതമായിട്ടല്ലാതെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല. അന്നതയുടെ ഇരുളിലൂടെയുള്ള നാട്ടിനെ പിൻവള്ളിലേക്ക് നബിയായി നിയോഗിക്കപ്പെട്ടു. ശത്രുക്കൾക്കിടയിൽ പോലും തന്റെ സ്വഭാവശുദ്ധി കൊണ്ട് അൽ അമീൻ എന്ന സ്ഥാനത്ത് പേര് നേടി മുത്തുനബി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കോ പാവപ്പെട്ടവനേക്കാൾ പണക്കാരനോ സ്ഥാനം കൽപ്പിക്കാതെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവന് പദവി നൽകി ബഹുമാനത്തിന്റെ പാത തെളിയിച്ച ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തും സ്വാധീനവും അധികാരവും തന്റെ കാൽക്കീഴിലുണ്ടായിട്ട് ഈന്തപ്പനയാലെ നെയ്തെടുത്ത മൺകുടിലായിരുന്നു താമസിച്ചിരുന്നത്. അതെ, പ്രവാചകന്റെ കാരണം കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ജീവനോടെ കുറിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടി മുത്തുനബി. അടിമത്തത്തിന്റെ ചങ്ങലയിൽ തളച്ചിട്ട മനുഷ്യരെ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രനാക്കിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുക്കൾക്ക് വിളമ്പുന്നതിന് മുമ്പ് ദരിദ്രർക്ക് വിളമ്പുന്ന ഭക്ഷണമാണ് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം എന്ന് പറഞ്ഞ് പാവങ്ങളെ കൂടെ കൂട്ടിയ നേതാവ് ഒരിക്കൽ ഈന്തപ്പനയിലേക്ക് കല്ലെറിയുന്ന ഒരു കുട്ടിയോട് അത് അങ്ങനെ ചെയ്യരുത്, അത് വേദനിക്കും എന്ന് പറഞ്ഞു പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. വിശന്ന വയറൊട്ടി കെട്ടിയിട്ട ഒട്ടകത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അതിന്റെ ഉടമയോട് ഇങ്ങനെ പറഞ്ഞു, ഈ മൃഗങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, അതിനോട് മാന്യത പുലർത്തണം. അപ്രകാരം ഞാൻ വെള്ളം കിട്ടുന്നതിന്റെ പേരിൽ സജീവിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. കടിയുറുമ്പാണെങ്കിൽ പോലും ജീവച്ച് നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് സഹജീവിയെ പരിഗണിക്കാൻ ഉപദേശിച്ചു. അവസാനം വഫാത്തിന്റെ